ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമസ്റ്ററിലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എല്ലാ ചാപ്റ്ററിലെയും കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് തിയറീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു തിയറിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. അപ്പോൾ ഒരു 4 തിയറി ഉണ്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഫസ്റ്റ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോക്കാം. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം വേണ്ടിയിട്ടും അവർക്കവിടെ ഫണ്ട് ആവശ്യമാണ്. അവർ ഈ ഒരു ഫണ്ട് 2 രീതിക്കാണ് സോഴ്സ് ചെയ്യുന്നത്. ഒന്ന് ഇക്വിറ്റീൻ്റെ ബേസിലും അതുപോലെ തന്നെ ഡെപ്റ്റിൻ്റെ ബേസിലും. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനീൻ്റെ ഓണേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ, കുറച്ച് ഷെയർ ഹോൾഡേഴ്സ്, ഇങ്ങനെ ഓണേഴ്സ് ഉണ്ടാവും. ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട്. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കടം, അതായത് ഈ ബാങ്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടുകളാണ് ഏത് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ആ ഒരു കമ്പനീൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 1 കോടി ആവശ്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇക്വിറ്റീൻ്റെ കയ്യിൽ നിന്ന് 60 ലക്ഷം കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെപ്റ്റ് അവർ കടം വാങ്ങുന്നത് 40 ലക്ഷം കടം വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റീൻ്റെ കയ്യിൽ നിന്ന് 60 ലക്ഷമാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 60% ഇക്വിറ്റീൻ്റെ കയ്യിൽ നിന്നും, ഡെപ്റ്റ് 40 ലക്ഷമാണെന്നുണ്ടെങ്കിൽ 40% ഡെപ്റ്റ്. അപ്പോൾ ഈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിയാണ് എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് തിയറിയാണ് നെറ്റ് ഇൻകം, അതായത് NI തിയറി. അപ്പോൾ ഈ ഒരു തിയറി ഫോം ചെയ്തിട്ടുള്ളത് ഡേവിഡ് ദുരന്താണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ട് എന്താ പറയണതെന്ന് പറയുമ്പോൾ, അതായത് കമ്പനികൾ കടമാണ് കൂടുതൽ എടുക്കേണ്ടതെന്ന് പറയുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു കടം വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. ഇക്വിറ്റിനെ സംബന്ധിച്ചിടത്തോളം കടം വാങ്ങിയിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കോസ്റ്റ് വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ ഇക്വിറ്റി അതായത് ഷെയർ ഹോൾഡേഴ്സൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന തിയറി കമ്പനികൾ കൂടുതൽ കടം വാങ്ങുക, അതാവുമ്പോൾ കമ്പനീൻ്റെ കോസ്റ്റ് വളരെ കുറയുമെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇക്വിറ്റി കോസ്റ്റ് 15%, ആ സ്ഥാനത്ത് ഡെപ്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് 8% വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയണത് നമുക്ക് കമ്പനിയിൽ ഫുൾ 100% ഡെപ്റ്റ് എടുക്കാനാണ് സജസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം പറയണത് ഈ തിയറിയിലൂടെ. അപ്പോൾ ഈ തിയറിയിലൂടെ എന്താ പറയണതെന്ന് പറയുമ്പോൾ, മോർ ഡെപ്റ്റ് ഈക്വൽ ടു മോർ കമ്പനി വാല്യൂ. അതായത് നമ്മൾ കൂടുതൽ ഡെപ്റ്റ് എടുക്കുമ്പോൾ കമ്പനീൻ്റെ വാല്യൂ, അതായത് ഡിമാൻഡ് കൂടുമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്പനിയിൽ 100% ഡെപ്റ്റ് എടുക്കാനാണ് ഈ ഒരു തിയറി പറയണത്. പക്ഷേ ഡെപ്റ്റ് എന്ന് പറയുന്നത് കടമാണ്. അപ്പോൾ ഒരു കമ്പനി 100% ഡെപ്റ്റ് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു കമ്പനീൻ്റെ ഫ്യൂച്ചർ ലോസിലേട്ടോ അല്ലെങ്കിൽ റിസ്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഫുൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെപ്റ്റ് എടുക്കാൻ പറ്റില്ല. ഫണ്ട് നമുക്ക് ഡെപ്റ്റിൽ നിന്ന് റേസ് ചെയ്യാൻ പറയാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധീകരിക്കുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡെപ്റ്റും ഒരു ഹാഫ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ട രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടും അതായത് വെൽത്ത് മാക്സിമൈസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു തിയറിയിൽ പറയണത്. രണ്ടാമത്തെ തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. അപ്പോൾ ഈ ഒരു തിയറി ഫോം ചെയ്തിട്ടുള്ളത് ഡേവിഡ് ദുരന്താണ്. ഇദ്ദേഹം എന്താണ് ഇവിടെ പറയണമെന്ന് പറയുമ്പോൾ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും നമ്മുടെ കമ്പനീൻ്റെ ഡിമാൻഡിനെ ഒരിക്കലും മൂല്യത്തെ ബാധിക്കണില്ല. ഇപ്പോൾ ഇവിടെ ഡെപ്റ്റ് ആണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും നമ്മളിപ്പോൾ ഏത് കൂടുതലെടുത്താലും, ഡെപ്റ്റ് കൂടുതലെടുത്താലും അതുപോലെ തന്നെ ഇക്വിറ്റി കൂടുതലെടുത്താലും നമ്മുടെ കമ്പനീൻ്റെ വാല്യൂ ഒരേപോലെ, അതായത് നമ്മുടെ കമ്പനീൻ്റെ മൂല്യം ഡിമാൻഡ് ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഡെപ്റ്റ് കൂടുതലെടുക്കുമ്പോൾ കമ്പനീൻ്റെ വാല്യൂ നല്ല രീതിക്ക് ഉയരും. പക്ഷേ ഇവിടെ അങ്ങനെ ഏതെടുത്താലും കമ്പനീൻ്റെ മൂല്യം ഒരേപോലെ ആയിരിക്കും തുടരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഡെപ്റ്റാണ് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ റിസ്ക് കൂടണം ആ ഒരു കമ്പനിക്ക്. അതുമാത്രമല്ല ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺസ് കൂടുതൽ ആവശ്യപ്പെടും.
അങ്ങനെ വരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺസ് കൂടുതൽ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ ഡെപ്റ്റ് നമ്മളെടുത്തിട്ട് അതിൽ നിന്ന് സേവ് ചെയ്യുന്ന ആ ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ, അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതായത് ഇക്വിറ്റി കോസ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഡെപ്റ്റ് അവിടെ സ്വീകരിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. കാരണം അതെങ്ങനെ പോകുന്നു, ഇക്വിറ്റി കോസ്റ്റിൽ ആ ഒരു ഫണ്ട് ഈക്വലായി പോകും. അപ്പോൾ ഇവിടെ പറയണത് ഒരു കമ്പനീൻ്റെ വാല്യൂ നിലനിൽക്കാൻ, ഏതെടുത്താലും ഒരേപോലെ ആയിരിക്കും കറൻറ്റ് സിറ്റുവേഷനിൽ മൂവ് ചെയ്യാമെന്നാണ് പറയണത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എയും ഉണ്ട്, കമ്പനി ബിയും ഉണ്ട്. കമ്പനി എയിൽ ഡെപ്റ്റ് 70%, ഇക്വിറ്റി 30%. അതുപോലെ തന്നെ കമ്പനി ബിയിൽ ഇക്വിറ്റി 90%, അതുപോലെ തന്നെ ഡെപ്റ്റ് 10%. ഇതിലിപ്പോൾ ഒന്നിൽ ഡെപ്റ്റ് കൂടുതലും ഡെപ്റ്റ് കുറവും, അങ്ങനത്തെ 2 കമ്പനികളുണ്ട്. പക്ഷെ നമ്മളെ കറൻറ്റ് യഥാർത്ഥ ലോകത്ത് ഈ 2 കമ്പനീൻ്റെയും വാല്യൂ ഒരുപോലെ ആയിരിക്കും. കാരണം അവിടെ ഡെപ്റ്റ് കൂടുതൽ എടുത്തു വിചാരിച്ചിട്ട് ഒരിക്കലും ആ കമ്പനീൻ്റെ വാല്യൂ കൂടണില്ല. കാരണം ഷെയർ ഹോൾഡേഴ്സ് അവിടെ റിട്ടേൺസ് ആവശ്യപ്പെടുന്നത് കാരണം ഇവർ ഡെപ്റ്റിൽ സേവ് ചെയ്യുന്ന ആ ഒരു ഫണ്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി കോസ്റ്റിൽ അത് ഈക്വലായി പോകും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ തിയറി. മൂന്നാമത്തെ തിയറിയാണ് ട്രഡീഷണൽ തിയറി. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നെറ്റ് ഇൻകം തിയറിയും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറിയും, ഈ 2 തിയറിൻ്റെയും മിഡിൽ വരുന്ന ഒരു തിയറിയാണ് ട്രഡീഷണൽ തിയറി. അപ്പോൾ ഈ തിയറി പറയുന്നത് ഒരു കമ്പനിക്ക് ഡെപ്റ്റ് നല്ലതാണ്, പക്ഷെ അത് ഓവർ ആവാനും പാടില്ല, എന്നാൽ ഏറ്റവും കുറവാവാനും പാടില്ല. ഓക്കെ, അപ്പം ഇതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡെപ്റ്റ് വേർഡ് ഡിക്രീസ്. അതായത് ഡെപ്റ്റ് കുറവാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഡെപ്റ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിയാൻ പറ്റും, ഡെപ്റ്റ് കൂട്ടാൻ പറ്റും. അങ്ങനെ ഡെപ്റ്റ് കൂടുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് കുറക്കണം. അതുപോലെ തന്നെ കമ്പനീൻ്റെ വാല്യൂ ഉയർന്ന് കാണിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് കമ്പനികളിൽ ഈ ഇക്വിറ്റിയും ഡെപ്റ്റും ഒരേപോലെ ഉണ്ടാവുന്ന സിറ്റുവേഷന്, ഇതാണ് ഒരു കമ്പനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, അതുപോലെ തന്നെ കമ്പനീൻ്റെ വാല്യൂ കൂടുകയും ചെയ്യും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് എക്സസീവ് ഡെപ്റ്റ്. അതായത് കൂടുതൽ ഡെപ്റ്റ് ഒരു കമ്പനിയിൽ ഉണ്ടാവുക, അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് കൂടുതൽ ഡെപ്റ്റ് വഴിയാവാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ബാങ്ക്റപ്റ്റിനുള്ള ചാൻസുകൾ ഉണ്ടാകുന്നു, ഇൻട്രസ്റ്റ് കിട്ടാത്ത പക്ഷമുള്ള കാര്യങ്ങൾ, കൊടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള കാര്യങ്ങൾ, റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ ഡെപ്റ്റ് ഏറ്റവും കുറവാവാനും പാടില്ല, ഏറ്റവും എക്സസീവായിട്ട് നിൽക്കാനും പാടില്ല. ഒരു മിഡിൽ ലെവലിൽ നമ്മൾ ഡെപ്റ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കമ്പനി, ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അവിടെ അവർ ഡെപ്റ്റ് എന്ന് പറയുന്നത് 30% അവരവിടെ ഡെപ്റ്റ് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ വാല്യൂ കൂടും, അതുപോലെ തന്നെ റിസ്ക് ഒന്നുമില്ലാതെ സ്മൂത്ത് ആയിട്ടൊരു കമ്പനി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ബി കമ്പനി എന്ത് ചെയ്യുന്നു, 90% ഡെപ്റ്റ് എടുക്കുന്നു, 10% ഇക്വിറ്റി എടുക്കണമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സസീവ് ഡെപ്റ്റാണ്. അതായത് അവിടെ കൂടുതൽ അവർ സോഴ്സ് ചെയ്തിട്ടുള്ളത് ഡെപ്റ്റാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ മേ ബി ബാങ്ക്റപ്റ്റിനുള്ള റീസൺ ഉണ്ടാകാം, ഇൻട്രസ്റ്റിന് ഭയം വരാനുള്ള ഇൻട്രസ്റ്റിലെ ഇൻവെസ്റ്റേഴ്സിന് അവിടെ വിശ്വസത കുറയാനും അവർക്കൊരു പേടി വരാനുള്ളൊക്കെ കാരണങ്ങൾ ഈ ഒരു ഡെപ്റ്റ് കൂടുന്ന സിറ്റുവേഷനിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കമ്പനിക്ക് ഡെപ്റ്റ് കൂടുതലാവാനും പാടില്ല, കുറവാവാനും പാടില്ല. നാലാമത്തെ തിയറിയാണ് തിയറി. അതായത് മോഡി ജിലാനി ആൻഡ് മില്ലർ തിയറി. അതായത് ഇവർ 2 പേരാണ് ഈ ഒരു തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയണത് 2 കേസാണുള്ളത്, വിത്തൗട്ട് ടാക്സും അതുപോലെ തന്നെ വിത്ത് ടാക്സും. അതായത് ഇവർ പറയണത് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മുടെ കമ്പനീൻ്റെ വാല്യൂവിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യൂല. അതായത് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റിയോ ഡെപ്റ്റോ ഏതെടുത്താലും കമ്പനീൻ്റെ വാല്യൂ ഒരുപോലെ തന്നെ ഇരിക്കും എന്നാണ് പറയണത്. ഇത് വിത്തൗട്ട് ടാക്സിലാണ് ഇവർ ഈ ഒരു ആശയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി 90% ഡെപ്റ്റാണ്, 10% ഇക്വിറ്റി ഉള്ളൂ. ഇങ്ങനെയാണെങ്കിലും മറിച്ച് ഒരു ബി കമ്പനി 50% ഇക്വിറ്റിയും 50% ഡെപ്റ്റും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും കമ്പനി ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരിക്കലും കമ്പനീൻ്റെ വാല്യൂവിനെ മാറ്റാൻ പോണില്ല. ഇതിൽ ഏത് കൂടാണെങ്കിലും ഇക്വിറ്റി കൂടിക്കോട്ടെ അല്ലെങ്കിൽ ഡെപ്റ്റ് കൂടിക്കോട്ടെ, ഏതാണെങ്കിലും കമ്പനീൻ്റെ വാല്യൂ ഒരുപോലെ ആയിരിക്കും. അതാണ് വിത്തൗട്ട് ടാക്സിൽ പറയണത്. രണ്ടാമത്തെ കേസ് വിത്ത് ടാക്സ്. അതിനുശേഷം ഇവർ ഈ ഒരു ആശയം അപ്ഡേറ്റ് ചെയ്തു. അതായത് ഈ ടാക്സ് നികുതി എന്നുള്ള സംഭവം വന്നപ്പോൾ ഇവർ ഈ ഒരു തിയറി അപ്ഡേറ്റ് ചെയ്തു.
നമ്മൾ ഡെപ്റ്റ് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ ഇതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ ഒരു ഇൻട്രസ്റ്റ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാക്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ടാക്സ് വന്നതിന് ശേഷം ഇവർ ഡെപ്റ്റ് എടുക്കുമ്പോൾ എത്രത്തോളം പലിശ കൊടുക്കണം അതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് ടാക്സ് നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ടാക്സ് ഡിഡക്റ്റബിൾ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനി ഡെപ്റ്റ് എടുത്തു, 10 ലക്ഷമാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ആ ഒരു കമ്പനിക്ക് 30% ടാക്സ് കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ അവർ സേവ് ചെയ്യുന്ന ടാക്സ് അറിയണത് 10 ലക്ഷം ഇൻറ്റു 30% നോക്കുമ്പോൾ 3 ലക്ഷം ആണ് അവരവിടെ സേവ് ചെയ്യണത്. അപ്പോൾ ഇവിടെ പറയണത് ഡെപ്റ്റ് എടുക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ട്, കാരണം നമുക്ക് ടാക്സ് നിന്ന് ആ ഒരു നികുതി ആ ഒരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ടാക്സ് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, കാരണം സേവിങ് ഉണ്ടല്ലോ. അപ്പോൾ അതുമാത്രമല്ല കമ്പനീൻ്റെ വാല്യൂ ഇത് കൂട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ 4 തിയറികൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിവിഡൻഡ്. അപ്പോൾ ഇതിൽ ഡിവിഡൻറ്റിൽ ടൈപ്സ് ഓഫ് ഡിവിഡൻറ്റും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഫ് ഡിവിഡൻറ്റ് ഇഷ്യൂസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പേ എന്താണ് ഡിവിഡൻറ്റ് എന്ന് നോക്കാം. അതായത് ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു കമ്പനി ഒരു കൊല്ലത്തിൽ 10 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുത്തു. ഈ 10 കോടിയിൽ 7 കോടി ആ കമ്പനി എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കും. ബാക്കി വരുന്ന 3 കോടിയാണ് ഇവിടെ ഡിവിഡൻഡ് ആയിട്ട് വരുന്നത്. ഈ 3 കോടിയിൽ നിന്നായിരിക്കും ആ ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഒരു ഫണ്ട് ഡിവൈഡ് ചെയ്ത് വിതരണം ചെയ്ത് കൊടുക്കുന്നത്. അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ക്യാഷ് ഡിവിഡൻഡ്. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ക്യാഷ് ഡിവിഡൻഡ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഡിവിഡൻഡ് ആണ് ക്യാഷ് ഡിവിഡൻഡ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ 1000 ഷെയർ ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിക്കാർ ഒരു ഷെയറിന് 5 റുപ്പീസ് 5 പെർ ഡിവിഡൻഡാണ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് പറയുന്നത് 1000 ഇൻറ്റു 5 5000 ഡിവിഡൻഡാണ് ആ ഒരു വ്യക്തിക്ക് കിട്ടുക. ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു ഫണ്ട് ക്യാഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു വ്യക്തിക്ക് കൊടുക്കും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും സിമ്പിളായില്ല, പെട്ടെന്ന് നമുക്ക് ലിക്വിഡായിട്ട് ഫണ്ട് കിട്ടും. രണ്ടാമത് സ്റ്റോക്ക്. ഇവിടെ ക്യാഷിൻ്റെ ബേസിലല്ല വ്യക്തിക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത്, മറിച്ച് ബോണസ് ആയിക്കാണ്ട് ഒരു ഷെയറും കൂടി കൊടുക്കുക. ഇപ്പോൾ ഒരു കമ്പനിയിൽ 1:5, അതായത് ഒരു വ്യക്തി 100 ഷെയർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഷെയർ ബോണസായി കൊടുക്കുന്ന അളവ് എന്ന് പറയുന്നത് 1:5 ആണ്. അതായത് 100 ഷെയറിന് 20 ഷെയർ കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും കമ്പനീൻ്റെ ഫണ്ട് ഒരിക്കലും പുറത്ത് പോകില്ല. അതുമാത്രമല്ല ആ ഒരു വ്യക്തിക്ക് ഷെയറിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഇവിടെ ക്യാഷിൻ്റെ രൂപേണയല്ല, അതുപോലെ തന്നെ ബോണസിൻ്റെ രൂപേണയല്ല. അതായത് കമ്പനി യൂസ് ചെയ്യാത്തൊരു പ്രോപ്പർട്ടി, ഭൂമി അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ്, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിക്കാണ്ട് വിതരിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. കമ്പനീൻ്റെ കയ്യിൽ ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു മന്തിൽ ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു 6 മന്ത് കഴിഞ്ഞതിന് ശേഷം ഫണ്ട് തരാം എന്നുള്ള ഒരു കരാറ് വെക്കുന്നു. ഇതാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. നെക്സ്റ്റ് ഇൻറ്ററിം ഡിവിഡൻഡ്. അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുന്നായിട്ട് ഡിവിഡൻഡ് വെളിപ്പെടുത്തുന്ന ഒരു ടൈമുണ്ട്. അതായത് ഏപ്രിൽ ടു മാർച്ച് വരെ നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് സെപ്റ്റംബറിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്യും. നെക്സ്റ്റ് ഫൈനൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ ഇയർ ഉണ്ടാകുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുക. അതാണ് ഫൈനൽ ഡിവിഡൻഡ്. ദെൻ ലിക്വിഡേറ്റിംഗ് ഡിവിഡൻഡ്. അതായത് ഒരു കമ്പനി അടച്ചു പൂട്ടേണ്ട ഒരു സമയം ഉണ്ടാകുന്നു. ആ ഒരു കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ഫർണിച്ചേഴ്സും മെഷീൻസും ഒക്കെ വിറ്റുകൊണ്ട് കിട്ടുന്ന ആ ഒരു ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വിഹിതം വെക്കുക. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിവിഡൻഡ് ഇഷ്യൂസ്. അതായത് നമ്മുടെ കമ്പനിയിൽ ലാഭം കിട്ടുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കും എന്നുള്ള കാര്യം തീരുമാനിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതാണ് പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് സ്വാഭാവികമായിട്ടും കൂടുതൽ വിഹിതം കൊടുക്കും.
ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയിൽ 100 കോടി ലാഭം ഉണ്ടെങ്കിലും മറ്റൊരു കമ്പനിയിൽ ജസ്റ്റ് 20 ലക്ഷം ലാഭമുള്ളൂ. അങ്ങനെയെന്നുണ്ടെങ്കിൽ 100 കോടി ലാഭമുള്ള കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ വിഹിതം കൊടുക്കും. രണ്ടാമത് ലിക്വിഡിറ്റി പൊസിഷൻ. അതായത് നമ്മുടെ കയ്യിൽ കമ്പനിക്ക് ലാഭം കിട്ടിയ ക്യാഷ് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയൂല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ എല്ലാ പ്രൊഡക്ട്സും വിറ്റ് കഴിഞ്ഞു, പക്ഷേ കസ്റ്റമേഴ്സ് ലാഭം ആ ഒരു കൊല്ലം നമുക്ക് 50 ലക്ഷത്തോളം ലാഭമുണ്ട് കമ്പനിക്ക്. പക്ഷേ കസ്റ്റമേഴ്സ് അതിൻ്റെ ഫണ്ട് ഫുൾ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മുടെ കമ്പനിക്ക് വളരാനുള്ള സാധ്യത കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മളൊരു വിഹിതം അവിടോട്ട് കമ്പനിക്ക് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡിവിഡൻഡ്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയും. കാരണം ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ കമ്പനീൻ്റെ ഗ്രോത്തിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. നെക്സ്റ്റ്, ലീഗൽ റെസ്ട്രിക്ഷൻസ്. അതായത് ചില നിയമങ്ങൾ നമ്മുടെ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ, അതായത് ചില നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് ലാഭം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കാൻ പാടില്ല. നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റേഷൻസ്. അതായത് സ്ഥിരമായിക്കാണ്ട് നല്ല ലാഭം കിട്ടുന്ന ഒരു കമ്പനി എല്ലാ മന്തിലും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് ആ ഒരു ഡിവിഡൻഡ് കൊടുക്കാത്തൊരു മന്ത് വരുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിനെ നിരാശപ്പെടുത്തുന്നു. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ഏണിങ്സ്. അതായത് സ്ഥിരമായിട്ട് നല്ല ലാഭം കിട്ടുന്ന ഒരു കമ്പനി സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരം ലാഭം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ്, ടാക്സ് പോളിസിയാണ്. അതായത് നമുക്ക് ഈ ഡിവിഡൻറ്റിൻ്റെ പേരിൽ ടാക്സുകളൊക്കെ വരുന്നത് കൊണ്ട് അത് ടാക്സിൻ്റെ ചില പോളിസീസ് നമ്മുടെ ഡിവിഡൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് കമ്പനികൾക്ക് പെട്ടെന്ന് അവരുടെ ഫണ്ട് സോഴ്സ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻറ്റ് കൂടുതൽ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇൻഫ്ലേഷൻ. അതായത് പണപ്പെരുപ്പിൻ്റെ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ഫണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ബിസിനസ് റിസ്ക്. അതായത് നമ്മുടെ ബിസിനസ് കമ്പനിക്ക് ഫ്യൂച്ചറിലൊരു റിസ്ക് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതെ ആ ഒരു ഫണ്ട് നമ്മൾ സേഫ്റ്റി ആക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളൊന്നും ഡിവിഡൻഡ് കൊടുക്കാറില്ല, മറിച്ച് അവരുടെ ഫണ്ട് അവർ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഡിവിഡൻഡ് ഇഷ്യൂസിനെ എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ് ആണ്. അതായത് ഇവിടെ ഒരു കമ്പനിക്ക് ലാഭം കിട്ടുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ കമ്പനീൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫണ്ട് സേഫ്റ്റി ആക്കിയിട്ട് വെക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനാണ് ഡിവിഡൻഡ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് മോഡലാണ് വാൾട്ടേഴ്സ് മോഡൽ. അപ്പോൾ ഇത് ഫോം ചെയ്തിട്ടുള്ളത് ജെയിംസ് ഇ വാൾട്ടറാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു മോഡലിൽ പറയണത്, അതായത് ഒരു കമ്പനി ലാഭം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ലാഭത്തെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ കമ്പനി തന്നെ ആ ഒരു ഫണ്ട് വീണ്ടും നിക്ഷേപിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിനെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അടിസ്ഥാനമാക്കിയിട്ട് അത് രണ്ടും കമ്പാരിസൺ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കണോ വേണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇവിടെ ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും, അതായത് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മൊത്തത്തിലുള്ള ആ ഒരു ചെലവ്. അവിടെ 3 സിറ്റുവേഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ ആണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് കോസ്റ്റിനേക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻഡ് കൊടുക്കേണ്ട, മറിച്ച് നമുക്ക് ആ ഒരു ഫണ്ട് നമ്മുടെ കമ്പനി തന്നെ നിക്ഷേപിക്കാം. നെക്സ്റ്റ്, ആർ ലെസ് ദാൻ ഈക്വൽ ടു കെ. അതായത് നമുക്ക് റിട്ടേൺസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നമുക്ക് റിട്ടേൺസ് കോസ്റ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ഫണ്ടിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കമ്പനി തന്നെ വേറെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ആർ ഈക്വൽ ടു കെ. അതായത് റേറ്റ് ഓഫ് റിട്ടേണും ഈക്വലാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വലാണ്. ഇവിടെ ഡിവിഡൻഡ് ഒരിക്കലും പ്രസക്തി ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് വാൾട്ടേഴ്സ് മോഡലിൽ ജെയിംസ് ഇ വാൾട്ടർ പറയുന്ന മോഡൽ.
രണ്ടാമത്തെ മോഡലാണ് ഗോർഡോൺസ് മോഡൽ, അതായത് മറ്റൊരു പേരാണ് ബേർഡ് ഇൻ ദ ഹാൻഡ് തിയറി. ഇവിടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് കറൻ്റ്ലി കിട്ടുന്ന ലാഭം മാത്രമേ, ഡിവിഡൻഡ് മാത്രമേ നോക്കണുള്ളൂ. ഫ്യൂച്ചറിൽ കിട്ടുന്ന ഡിവിഡൻഡ് ഒരിക്കലും അവർ നോക്കണില്ല. അപ്പോൾ ഒരു പഴഞ്ചൊല്ലല്ല, ഒരു ഉപമ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഒരു ബേർഡിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ വളർത്തുന്ന ബേർഡായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ കാട്ടിലൂടെ പറന്നു പോകുന്ന 2-3 പക്ഷികളല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കയ്യിലുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, അതായത് പുറത്തുള്ള വരാനിരിക്കുന്നതോ ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ 2 കമ്പനികളുണ്ട്, കമ്പനി എ ആൻഡ് കമ്പനി ബി. അതിൽ കമ്പനി എയിലെ ഇൻവെസ്റ്റേഴ്സിനോട് ഇവർ പറഞ്ഞു ഓരോ ഷെയറിനും 50 റുപ്പീസാണ് ഡിവിഡൻഡ് വെക്കുന്നത് പറഞ്ഞു. കമ്പനി ബിയിനോട് പറഞ്ഞു ആഫ്റ്റർ 5 ഇയറിന് ശേഷം ഒരു വലിയൊരു തുക ഡിവിഡൻഡേക്കാണ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഭൂരിഭാഗം വ്യക്തികളും കമ്പനി എ ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, അതായത് ഇപ്പോൾ കിട്ടുന്ന ഫണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാതൊരു ഉറപ്പാണ് നമുക്ക്. അതായത് നമ്മൾ ഇപ്പോൾ കിട്ടാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വില വെക്കുള്ളൂ. ഫ്യൂച്ചറിൽ വരുന്നത് നമുക്കൊരു വിശ്വസ്തത ഇല്ല. അതുകൊണ്ട് കൂടുതൽ വ്യക്തികളും ഇപ്പം എന്താണോ കിട്ടാൻ പോകുന്നത്, കറൻ്റ്ലി എന്താണോ കിട്ടാൻ പോകുന്നത് അതേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഗോർഡോൺസ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് MM തിയറിയാണ്. ഇവിടെ പറയുന്നത് ഡിവിഡൻഡ് ഒരിക്കലും കമ്പനീൻ്റെ വാല്യൂ കൂട്ടുന്നതോ കുറക്കുന്നതോ ഒന്നുമില്ല, ഒരുപോലെ ആയിരിക്കും ഈ ഒരു MM തിയറിയിൽ പോകുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ, ഒരു എ കമ്പനിയുണ്ട്, ബി കമ്പനിയുണ്ട്. അപ്പോൾ കമ്പനി എ എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് ഡിവിഡൻഡ് കൊടുക്കണില്ല, മറിച്ച് കമ്പനി ബി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാതെ എന്ത് ചെയ്യുന്നു, അവർ കമ്പനി തന്നെ ആ ഒരു ഡിവിഡൻഡ് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ കമ്പനി ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കിട്ടുന്ന ആ ഒരു ഫണ്ടും വലുതായിക്കൊണ്ടേയിരിക്കും. അവർ ഡിവിഡൻഡിൻ്റെ ആവശ്യമില്ല. കമ്പനി ബീൻ്റെ കേസിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് വലിയൊരു എമൗണ്ട് കിട്ടില്ല. പക്ഷേ ഡിവിഡൻഡ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, 2 കമ്പനിയും ഈക്വലായിട്ട് പോകണു. ഒരിക്കലും ഡിവിഡൻഡ് ഒരു കമ്പനീൻ്റെ മൂല്യത്തെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 തിയറീസാണ് ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിൽ ഫണ്ട് റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുന്നത്? ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഏറ്റവും ലാഭകരമായിട്ടുള്ള ചിലവായിരിക്കും നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്നത് ഡെപ്റ്റിൻ്റെ വഴിയും അതുപോലെ തന്നെ ഇക്വിറ്റി വഴിയിലൂടെയാണ്. അപ്പോൾ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കടം എടുക്കണമെന്നുണ്ടെങ്കിൽ 9% അതിന് പലിശ കൊടുക്കേണ്ടത്. ഇക്വിറ്റീൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15% നമുക്ക് അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ഇവിടെ ലാഭം വെച്ച് നോക്കുമ്പോൾ ഡെപ്റ്റാണ് കൂടുതൽ ലാഭം വരിക. അപ്പോൾ കമ്പനിക്ക് ഏതാണോ ലാഭം അതായിരിക്കും അവർ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫൈനാൻഷ്യൽ റിസ്ക്. അതായത് കൂടുതൽ ഡെപ്റ്റ് നമ്മൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു കമ്പനിക്ക് ഫൈനാൻഷ്യലി ലോസുകളും റിസ്ക്കും വരാൻ ചാൻസ് കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, 2 കമ്പനികളുണ്ട്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. അവിടെ കറൻ്റ്ലി എന്നും എന്ത് ചെയ്യുന്നു, വർക്കിംഗ് നടന്നുകൊണ്ടേയിരിക്കണു. അതുകൊണ്ട് ലാഭം എന്നും കിട്ടും ചെയ്യും. അവിടെ നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട്, നമുക്ക് ഇൻകം കിട്ടാനുണ്ട്, ലാഭം കിട്ടാൻ അവിടുന്ന് ഉറപ്പാണ്, കിട്ടുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിന് സീനില്ല. പക്ഷേ മറിച്ച് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഡെപ്റ്റ് എടുക്കുന്നത് വളരെ തെറ്റായ തീരുമാനമായിരിക്കും. കാരണം സ്റ്റാർട്ടപ്പ് കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഫണ്ട് ഇറക്കിയിട്ട് ആ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം റിസ്ക് വന്നാൽ നമുക്ക് വലിയൊരു കടമായി അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ്, നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ്സും ഈ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ നേച്ചർ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ വൈദ്യുതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്നും ഇൻകം വന്നു പോകുന്നതായതുകൊണ്ട് നമുക്ക് ഡെപ്റ്റ് സോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മറിച്ചൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഡെപ്റ്റ് കൂടുതൽ പ്രിഫർ ചെയ്യാതിരിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്. അതായത്
ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് ഇൻകം കിട്ടുന്ന അല്ലെങ്കിൽ വർക്ക് ഉണ്ടാകുന്ന കമ്പനികൾക്ക് ബാങ്കുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫണ്ട് കൊടുക്കും, ഡെപ്റ്റ് കൊടുക്കും. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്. ദെൻ കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്, അതായത് കമ്പനികൾ കൂടുതൽ ഷെയർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് വരും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ് ഒന്ന് ഫ്ലെക്സിബിൾ ആവും എന്നാണ് പറയണത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെപ്റ്റ്, കാരണം ഷെയർ ഹോൾഡേഴ്സ് കുറയുമ്പോൾ നമുക്ക് ഡെപ്റ്റ് എടുക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇവിടെ ഡെപ്റ്റ് യൂസ് ചെയ്ത് കണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടി കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനി 10% പലിശക്ക് ഡെപ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 18% പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നമ്മൾ എല്ലാ ഡെപ്റ്റും എടുത്ത് തീർക്കാൻ പാടില്ല. നമ്മൾ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ട് ഡെപ്റ്റ് എടുത്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് ടാക്സ് കൺസിഡറേഷൻ. നമ്മൾ ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ടാക്സ് ഷീൽഡ് ഉണ്ട്. നമ്മൾ എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതിൻ്റെ 2% നമ്മൾ ടാക്സ് ഷീൽഡ് ആക്കിയിട്ട് സേവ് ചെയ്ത് വെക്കും. നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്. നമ്മുടെ കമ്പനി നമുക്ക് ഗ്രോത്ത് ചെയ്യണം അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമുക്ക് ഡെപ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ടോ ഏതായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ മാർക്കറ്റ് കണ്ടീഷൻ. നമ്മൾ ഇക്വിറ്റി ആയിട്ടും ഡെപ്റ്റായിട്ടും എടുക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് എന്നാണ്. അപ്പോൾ ഇതിൽ ടൈപ്സ് ഒക്കെ പറയുന്നതിൻ്റെ മുന്നേ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അതായത് ഒരു കമ്പനീൻ്റെ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ആ ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകാനുള്ള പണവും മറ്റുള്ള ആ ഒരു അസറ്റുകളിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനീൻ്റെ എല്ലാ ആസ്തികളിൻ്റെ ഒരു ടോട്ടൽ മൂല്യത്തെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് കുറച്ചതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ തേർഡ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ ഒരു കമ്പനി ഒരു ഫിക്സ്ഡ് എമൗണ്ട് മാറ്റി വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഡെയിലി വേജസ്, സാലറീസ് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചിത തുക നമ്മൾ മാറ്റി വെക്കണം. നെക്സ്റ്റ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഈ സീസണുകളൊക്കെ വരുമല്ലോ അല്ലേ, സീസൺ വരുമ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുക്കാനും സ്പെഷ്യൽ ഓഫേഴ്സ് അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ക്യാപിറ്റൽ അവിടെ നിന്ന് മാറ്റി വെക്കണം. ദെൻ നെക്സ്റ്റ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മളെ കമ്പനി റെഗുലറായിട്ട് നടത്തി കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ ഡേയ്സിന് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ മാറ്റി വെക്കണം. ദെൻ നെക്സ്റ്റ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഫ്യൂച്ചറിലോട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഫണ്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നേച്ചർ ഓഫ് എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടാണ് എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ വേണ്ടത് മനസ്സിലാക്കാൻ കഴിയുക. ഫോർ എക്സാമ്പിൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ സ്റ്റോക്ക് കൊടുത്തിറക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടാവും വേണം. മറിച്ചൊരു കൺസൾട്ടിങ്ങിൻ്റെ ഓഫീസാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്കിൻ്റെ അധികം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതി. ദെൻ നെക്സ്റ്റ് സൈസ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടാണ് അവിടേക്ക് എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്നുള്ളത് തീരുമാനിക്കുക. ദെൻ നെക്സ്റ്റ് പ്രൊഡക്ഷൻ സൈക്കിൾ. അതായത് ഒരു കമ്പനിയിലുള്ള പ്രൊഡക്റ്റ് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം കാലയളവ് എടുക്കും, അതനുസരിച്ചിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മളോട് മനസ്സിലാക്കിയിരിക്കണം. ദെൻ ക്രെഡിറ്റ് പോളിസി. അതായത് കസ്റ്റമേഴ്സിന് കൂടുതൽ കടം കൊടുക്കുന്ന കമ്പനികൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലും കണ്ടെത്തണം. ദെൻ നെക്സ്റ്റ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. അതായത് കമ്പനികളിൽ സ്റ്റോക്ക് നമുക്ക് ഇഷ്ടംപോലെ വേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. ദെൻ സീസണൽ വേരിയേഷൻസ്. അതായത് ഇപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ സീസണിലായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരിക. എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രസ്സിൻ്റെ സീസണിൽ ഒരു ഓണം സീസൺ ആണെന്നുണ്ടെങ്കിൽ കുറേ സ്പെഷ്യലായിട്ടുള്ള സ്റ്റോക്കുകൾ വേണം. അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒക്കെ
ചൂടുകാലത്ത് ഐസ്ക്രീം നല്ലൊരു ട്രെൻഡിങ് ആണ്. നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഒരു കമ്പനി ഗ്രോത്ത് ചെയ്യണമെങ്കിലും എക്സ്പാൻഷൻ ചെയ്യണമെങ്കിലും അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നിർബന്ധമാണ്. ഇൻഫ്ലേഷൻ, അതായത് ഒരു സ്റ്റോക്കിൻ്റെ മേലിൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പാണ്. പണപ്പെരുപ്പ് കാരണം ഒരു സ്റ്റോക്കിന് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സ്റ്റോക്ക് വാങ്ങാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. ബിസിനസ് സൈക്കിൾ, ഇതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നിർബന്ധമാണ്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് 2 രീതിക്കായിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, ലോങ് ടേം ആയിട്ടും അതുപോലെ ഷോർട്ട് ടേം ആയിട്ടും. ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ റേസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ട്രേഡ് ക്രെഡിറ്റ്, അതായത് ഒരു കമ്പനിക്കാർ സ്റ്റോക്ക് വാങ്ങണ ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് കമ്പനിക്ക് വേണ്ട ആവശ്യമുള്ള സ്റ്റോക്കുകൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നു. അപ്പോൾ അവരോടത് വായ്പയായിട്ടാണ് വാങ്ങുന്നത്. പൈസ പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റോക്കുകൾ വാങ്ങി വെക്കുന്നു. എന്നിട്ട് ഒരു എക്സാമ്പിൾ, ഈ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ 30 days ആ ഒരു പേയ്മെൻറ്റ് തരാം. അങ്ങനെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. 2 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അതായത് നമുക്ക് ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, നമ്മൾ ബാങ്കിൽ 20,000 രൂപ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് 1 lakh വിഡ്രോ ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാഷ് ക്രെഡിറ്റ്, അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം കൊടുത്തതിന് ശേഷം ക്യാഷ് എന്ത് ചെയ്യുന്നു, നമ്മൾ കടമായിട്ട് വാങ്ങുന്നു, ക്യാഷ് ക്രെഡിറ്റിന് എടുക്കുന്നു. നെക്സ്റ്റ് ബിൽസ് ഡിസ്കൗണ്ടിങ്, അതായത് ബാങ്കിൽ പോയിട്ട് നമ്മൾ ഈ ബില്ല് നേരിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നു. നെക്സ്റ്റ് കസ്റ്റമർ അഡ്വാൻസ്, അതായത് കസ്റ്റമർ ഒരു സാധനം മേക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഫണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഫേർണിച്ചർ അവർ മേക്ക് ചെയ്യാൻ തന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഷോർട്ട് ടേം ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുക. നെക്സ്റ്റ് ലോങ് ടേം ആയിട്ട് എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇക്വിറ്റി ഷെയർസ്, നമ്മൾ ഇക്വിറ്റി ഓഹരി ഉടമകളുടെ എല്ലാം വിറ്റുകൾ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നു. പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഡിവിഡൻറ്റ് നമുക്ക് ഇവിടെ ഫണ്ടാക്കി യൂസ് ചെയ്യാൻ കഴിയുന്നു. ഡിബെഞ്ചർ അറിയുമ്പോൾ അവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് കമ്പനിക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ഡിവിഡൻ്റായി കൊടുക്കാതെ മറിച്ച് ആ ഒരു ഫണ്ട് നമ്മൾ കമ്പനി തന്നെ നിക്ഷേപിക്കുന്ന ഒരു രീതി. ലോങ് ടേം ലോൺസ്, നമ്മൾ ദീർഘകാലത്തോട്ട് വേണ്ടി ലോൺസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഫണ്ട് റേസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും ഫണ്ട് റേസ് ചെയ്യുക. നെക്സ്റ്റ് ഫൈനാൻസിങ് അപ്രോച്ചസ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ. അതിൽ ഹെഡ്ജിങ് അപ്രോച്ച്, ഇവിടെ നമുക്ക് ലോങ് ടേമിലോട്ട് ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ ലോങ് ടേം ലോണുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യണത്. ഷോർട്ട് ടേമിലാണ് ഫണ്ട് വേണം എന്നുള്ളതെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് നമ്മൾ അപ്രോച്ച് ചെയ്യണത്. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ലോണുകളായിട്ടാണ് അപ്രോച്ച് ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള എന്തെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യാം. രണ്ടാമത് കൺസർവേറ്റിംഗ് അപ്രോച്ച്, ഇവിടെ നമ്മൾ അതായത് കൂടുതൽ സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ടേം ഫണ്ടുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഫൈനാൻഷ്യലി ആയിട്ടുള്ള സുരക്ഷ ഉണ്ടാകുന്നു, ഒരു സേഫ്റ്റി ഉണ്ടാകും. പക്ഷെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് പറയുമ്പോൾ ചിലവ് കൂടുതലായിരിക്കും. തേർഡ് വൺ അഗ്രസീവ് അപ്രോച്ചാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും ഏതാ യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ടേം ഫണ്ടുകളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതലാവും പക്ഷെ ചിലവ് ഡിസ്അഡ്വാൻറ്റേജ് പറയുമ്പോൾ റിസ്ക് ഇവിടെ ഭയങ്കര കൂടുതലായിരിക്കും പക്ഷെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ചിലവ് കുറവായിരിക്കും. ഫോർത്ത് അപ്രോച്ചാണ് മോഡറേറ്റ് അപ്രോച്ച്. മോഡറേറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇത് കൺസർവേറ്റീവിൻ്റെയും അഗ്രസീവ് അപ്രോച്ചിൻ്റെയും ഇടയിലുള്ള ഒരു അപ്രോച്ചാണ്. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. അതിന് മുന്നായിട്ട് എന്താണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഒരു സ്ഥാപനത്തിൽ ആ ഒരു സ്ഥാപനത്തിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശരിയായ സമയത്ത് ശരിയായ അളവിൽ അതും വളരെ കുറഞ്ഞ ചിലവിൽ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതിനെയാണ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയാനുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ അധികമായിട്ട് സ്റ്റോക്കുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ ചിലവ് കൂടും. മേ ബി ആ ഒരു പ്രൊഡക്ട്സ് ഡാമേജ് ആവാം. അതുപോലെ തന്നെ കോസ്റ്റ് അതിൻ്റെ മേലിൽ കൂടും. പിന്നെ സ്റ്റോറേജ് കോസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ വളരെ കുറച്ചും ഒരു സ്ഥാപനത്തിലോട്ട്
കൊണ്ടുവരാൻ പാടില്ല. കാരണം കസ്റ്റമേഴ്സിന് മേ ബി ആ ഒരു സാധനങ്ങൾ അവിടെ തികയാതെ വരും. അതുകൊണ്ടാണ് ഇവിടെ ഇൻവെന്ററി മാനേജ്മെന്റ് നിർബന്ധമാണ് എന്ന് പറയുന്നത്. അതായത് ശരിയായ അളവിൽ ശരിയായ സമയത്ത് വളരെ ചെറിയ കോസ്റ്റിൽ പ്രൊഡക്ട്സ് ഒരു കമ്പനിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററി മാനേജ് ചെയ്യാനുള്ള ടെക്നിക്കുകളാണ് ഫസ്റ്റ് വൺ EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡറിങ് കോസ്റ്റും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും എപ്പോഴാണ് നമ്മൾ ഒരു ബണ്ടിൽ ഓഫ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡറിങ് കോസ്റ്റും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യം എപ്പോഴാണെന്ന് കണ്ടെത്തുന്നതിനാണ് എൻ്റെ EOQ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ ഒരു വർഷത്തിൽ 1000 യൂണിറ്റ്സ് വേണം. അപ്പോൾ നമ്മളിത് ആവശ്യമായുള്ള സമയങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ് മേ ബി ചില സമയങ്ങളിൽ വളരെ ഹൈ ആയിരിക്കാം. അത് കാരണം ഇപ്പം നമുക്ക് എത്രത്തോളം ബണ്ടിൽ ഓഫ് ക്വാണ്ടിറ്റീസ് വേണം, ആ ക്വാണ്ടിറ്റീസ് നമ്മൾ എപ്പോൾ ഓർഡർ ചെയ്താലാണ് വളരെ കുറഞ്ഞ ചിലവിലും ഓർഡറിങ് കോസ്റ്റും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റും വളരെ കുറഞ്ഞ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു. അതാണ് EOQ. ദെൻ രണ്ടാമത് ABC അനാലിസിസ്. അതായത് നമ്മുടെ കയ്യിലുള്ള പാർട്സ് ഓഫ് പ്രൊഡക്ട്സ് പാർട്സിനെ അല്ലെങ്കിൽ ഒരു സാധനങ്ങളെ ക്വാളിറ്റി ബേസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെക്കുന്നു. അതിൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അത്തരം പാർട്സ് നല്ല എമൗണ്ട് ആയിരിക്കും, ഹൈ കോസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നമ്മൾ നല്ല രീതിക്ക് അതിനെ കെയർ ചെയ്യും വേണം. ഇതാണ് ABC. A എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആയിരിക്കും. B എന്ന് പറയുമ്പോൾ ഒരു മീഡിയം വാല്യൂ, അതായത് കെയർ വേണം, അത്യാവശ്യം ചെറിയ രീതിക്കുള്ളൊരു എമൗണ്ട് അതിനുണ്ട്. ദെൻ C എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ പാർട്സിനും വളരെ വില കുറവായിരിക്കും, അതുപോലെ തന്നെ കുറേ ക്വാണ്ടിറ്റി കിട്ടും. നമുക്ക് ഈ ചെറിയ എമൗണ്ടിന് വാങ്ങുമ്പോൾ തന്നെ അത് കുറേ ക്വാണ്ടിറ്റി കിട്ടും. ഇതിന് അത്ര വലിയ സേഫ്റ്റി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ നെറ്റ്, ബോൾട്ട്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് ഒരു ടെക്നിക്കാണ് VED, വൈറ്റൽ എസെൻഷ്യൽ ഡിസയർ. ഇത് നമ്മൾ ഒരു സാധനത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് കാറ്റഗറി ചെയ്ത് വെക്കുന്നത്. അതിൽ V എന്ന് പറയുമ്പോൾ വൈറ്റൽ, ഈ ഒരു സാധനം ഇല്ലാതെ ഇനി പ്രവർത്തനം നടക്കൂല, ആ രീതിക്കായിരിക്കും ഈ വൈറ്റലിൽ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് തരംതിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ഈ ഒരു മരുന്ന് കൊടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ദെൻ E എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ, ഇത് നമുക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഒരു മെഷീനിലൊരു പ്രവർത്തനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീൻ്റെ ഒരു സാധനം അവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും പണി നിർത്തലാക്കും. കാരണം ആ ഒരു സാധനം ഇല്ലാതെ നമ്മൾ മെഷീൻ ഫിക്സ് ആവില്ല. ദെൻ തേർഡ് ഡിസയർ. ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇത് നമുക്ക് ഓപ്ഷണലായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തനത്തെ ഒരിക്കലും ബാധിക്കൂല. അപ്പോൾ ഇതാണ് VED, അതായത് വൈറ്റൽ എസെൻഷ്യൽ ഡിസയർ. നെക്സ്റ്റ് ജസ്റ്റ് ഇൻ ടൈം. അതായത് നമുക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ വേസ്റ്റുകൾ കുറയും, അതുപോലെ സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് നല്ലോണം കുറയും. ഒരു എക്സാമ്പിൾ, ഒരു റെസ്റ്റോറൻറ്റിൽ അന്നൊക്കെ ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ അന്നനെ ബൈ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ആകുമ്പോൾ അവിടെ ഫുഡ് വേസ്റ്റിൻ്റെ ലെവൽ കുറയും. ദെൻ നെക്സ്റ്റ് ഒരു ടെക്നിക്കാണ് സ്റ്റോക്ക് ലെവൽ ടെക്നിക്സ്. അതിൽ ഫസ്റ്റ് വൺ മിനിമം, അതായത് ഇത്രത്തോളം സ്റ്റോക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു മിനിമം ലെവൽ ഉണ്ടാക്കും. ഇതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല. ഒരു എക്സാമ്പിൾ, ഒരു ഷോപ്പിൽ 50 പാക്കറ്റ് ഓഫ് ബിസ്ക്കറ്റ്, ഇതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല. ദെൻ മാക്സിമം ലെവൽ എന്ന് പറയുമ്പോൾ ഇത്ര ലെവൽ ഓഫ് ബിസ്ക്കറ്റ്, ഇതിൻ്റെ മേലേക്ക് പോകാനും പാടില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഇത്ര ഒരു ലെവൽ ഉണ്ടാവും, ഒരു ലിമിറ്റ് ഉണ്ടാവും. അതിൻ്റെ മേലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ മേ ബി അവിടെ സ്റ്റോറേജ് കോസ്റ്റ് വരും. ദെൻ നെക്സ്റ്റ് റീ ഓർഡർ ലെവല്, അതായത് ഒരു ലെവലായി നമ്മൾ ഒരു പ്രൊഡക്ട്സ് വിറ്റ് അത് കഴിയാനുള്ള ലെവലായി എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുന്നു. ദെൻ ഡേഞ്ചർ ലെവല്, ഇവിടെ നമുക്ക് ഒട്ടും സ്റ്റോക്ക് എടുക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ, അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ആ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ലെവലിൽ വരാൻ ടെക്നിക്സാണ്. നെക്സ്റ്റ് ഒരു ടെക്നിക്കാണ് 2 bin സിസ്റ്റം. ഇവിടെ നമ്മൾ ഇൻവെൻ്ററീസിനെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്, അതായത് ഫസ്റ്റ് ബിന്നും സെക്കൻഡ് ബിന്നും. ഈ ഫസ്റ്റ് ബിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് സ്റ്റോക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ് ബിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ മാത്രമേ ഈ ഒരു ബോക്സ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്,
ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പെന്നിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഒരു പെന്ന് ഫസ്റ്റ് പിന്നിൽ ഒരു പെന്ന്, സെക്കൻഡ് പിന്നിൽ വേറൊരു പെന്നിൻ്റെ സ്റ്റോക്കും. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പിന്നിൽ നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബോക്സ് യൂസ് ചെയ്യും. അങ്ങനെ ആ ഒരു ബോക്സ് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പിൻ രണ്ടാമത്തെ ബോക്സ് എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അത് നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്, പിന്നാണ്. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പെന്നിന് നമ്മൾ വേറെ ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇതാണ് 2 bin സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം, അതായത് ഓരോ സ്റ്റോക്കും ഒരു സമയത്തിനുള്ളിൽ പരിശോധിക്കുന്ന രീതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ അവസാനം ആ സ്റ്റോക്ക് എത്രത്തോളം കഴിഞ്ഞു, ഇനി എത്രത്തോളം ഓർഡർ ചെയ്യണം എന്നുള്ളത് ഒരു കാലയളവിൽ നമ്മൾ അനലൈസ് ചെയ്യുക. ദെൻ FSN, ഫാസ്റ്റ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ്, അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ എത്രത്തോളം പെട്ടെന്ന് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ തരംതിരിക്കുന്നു. ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ്, സ്ലോ മൂവിങ് എന്ന് പറയുമ്പോൾ കുറച്ച് ആവശ്യമായിട്ടുള്ളത്, നോൺ മൂവിങ് എന്ന് പറയുന്നത് ഒരിക്കലും അധികം ആ ഒരു ഷോപ്പിൽ നിന്ന് മൂവ് ചെയ്യാത്തൊരു പ്രൊഡക്ട്സ്. ദെൻ 8ാമത് HML. ഇവിടെ പ്രൈസിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി ചെയ്യുന്നു. H എന്ന് പറയുമ്പോൾ ഹൈ കോസ്റ്റ്, അതായത് നല്ല കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരു കാറ്റഗറി. M എന്ന് പറയുമ്പോൾ മോഡറേറ്റ് കോസ്റ്റ്, ഒരു മീഡിയം ലെവലിൽ കോസ്റ്റ് വരുന്നത് ഒരു കാറ്റഗറി. L എന്ന് പറയുന്നത് ലോ കോസ്റ്റ്, വളരെ ചെറിയൊരു കോസ്റ്റിൽ വരുന്നത് ഒരു കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി എക്സ്ട്രാ ടെക്നിക്സുകളുണ്ട്, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. FM 60% പ്രോബ്ലം, 40% തിയറിയാണ്. അത്യാവശ്യം നല്ല തിയറി ഇതിൽ കവർ ചെയ്ത് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് കുറച്ച് ടോപ്പിക്സ് നമുക്ക് അടുത്ത പാർട്ടിൽ വീഡിയോ ഇടാം.